Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിഫയേഴ്സ് എന്ന ടോപ്പിക്കാണ്. മാത്തമാറ്റിക്കൽ ലോജിക്കിലെ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സിൽ ഒന്നാണ് ഈ പറയുന്ന ക്വാണ്ടിഫയേഴ്സ്. ഒരു റേഞ്ച് ഓഫ് എലമെന്റ്സ് തരുവാണെങ്കിൽ ഈ ക്വാണ്ടിഫയേഴ്സ് എന്ത് ചെയ്യുക വെച്ചാൽ ഇറ്റ് സ്പെസിഫൈ ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ പ്രെഡിക്കേറ്റ് ഈസ് ട്രൂ. അതായത് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് തരുവാണെങ്കിൽ ഈ ക്വാണ്ടിഫയേഴ്സ് എന്ത് ചെയ്യും, ഡിറ്റർമിൻ ദ സ്കോപ്പ് ഓർ എക്സ്റ്റെന്റ് ടു വിച്ച് എ പ്രെഡിക്കേറ്റ് ഈസ് ട്രൂ. മെയിൻ ആയിട്ട് 2 ടൈപ്സ് പ്രെഡിക്കേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ ഓൾ, അതായത് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ ഒബ്ജക്ട്സ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ്, അതായത് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ വൺ ഓർ സം. ഫോർ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം, ഓർ എന്ത് പറയാം, ഫോർ എവറി. ഓക്കെ, ദിസ് ഈസ് വാട്ട് മെൻ ബൈ ദിസ് ക്വാണ്ടിഫയർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ദർ എക്സിസ്റ്റ്. നമുക്ക് ആദ്യം തന്നെ ഫോർ ഓൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ക്വാണ്ടിഫയർ നമ്മൾ ബേസിക്കലി 3 കേസസിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ എവറി എക്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോർ ഈച്ച് എക്സ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ്. അതായത് ദിസ് ക്വാണ്ടിഫയർ ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഫോർ എവറി എക്സ്, ഫോർ ഈച്ച് എക്സ് ആൻഡ് ഫോർ ഓൾ എക്സ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോർ ഓൾ എക്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് കോമ വി ക്യാൻ യൂസ് ബ്രാക്കറ്റ്. അപ്പൊ ഇതെങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഫോർ ഓൾ എക്സ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കോമയ്ക്ക് പകരം ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓൾ ഗേൾസ് ആർ ഗുഡ്. ഇഫ് എ പേഴ്സൺ ഈസ് എ ഗേൾ then she is good. So ഇതിലെ പ്രെഡിക്കേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? X is a girl. A of X ആണ്. Then B of X. X is good. നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, all girls are good. ആയിക്കോട്ടെ. Then if a person is a girl then she is good. ആയിക്കോട്ടെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? For all x, a of x implies b of x അല്ലേ വരിക? നോക്കി നോക്കൂ മീനിങ്. ഫോർ ഓൾ എക്സ് a of x, x ഒരു ഗേൾ ആണെങ്കിൽ this implies x is good. അടുത്തൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. All of my friends are good. Then all my friends are good. എഫ് ഓഫ് എക്സ് എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? എക്സ് ഇസ് മൈ ഫ്രണ്ട്. ദെൻ ജി ഓഫ് എക്സ് എന്നും പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ എഴുതാൻ പ്രെഡിക്കേറ്റ്? എക്സ് ഇസ് ഗുഡ്. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് യൂസിങ് ദ ക്വാണ്ടിഫയർ ഫോർ ഓൾ എക്സ് എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ് ജി ഓഫ് എക്സ് അല്ലേ ആയിരിക്കാം? വിച്ച് മീൻസ് ഫോർ ഓൾ എക്സ് ഇഫ് എക്സ് ഇസ് മൈ ഫ്രണ്ട് this implies x is good. That is what meant by this. Similarly നമുക്ക് there exists ചെക്ക് ചെയ്ത് നോക്കാം. there exists നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. there exists. This quantifier is used in the case of for some, for one, for at least one and not for all of the given statement. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സേ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് for some real numbers നമുക്ക് പറയാം x plus 3 is equal to 5. ഇതെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? for some x plus 3 is equal to 5 ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. some girls are good. ഈ കേസിൽ നമ്മൾ പ്രെഡിക്കേറ്റ് എഴുതുമ്പോൾ
A of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is a girl. Second predicate എന്ന് പറയുമ്പോൾ say x is good. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? For some x, A of x and B of x, some girls are good എന്നുള്ളതിന് equivalent ആയിട്ടുള്ള notation ആണിത്. Let's take another one. Say some parallelograms are rectangular. ഈ കേസിൽ എനിക്ക് എത്ര പ്രെഡിക്കേറ്റ്സ് എഴുതാം? രണ്ടെണ്ണം എഴുതാം. ആസ് യൂഷ്വൽ A of x ഉം B of x ഉം വരുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് x is a parallelogram. സെക്കൻഡ് കേസിൽ x is a rectangle. അങ്ങനെയാണെങ്കിൽ there exists some x such that A of x എന്താണ്? X is a parallelogram and x is a rectangle. അപ്പൊ നമ്മൾ കൺജങ്ഷൻ യൂസ് ചെയ്യും, അതായത് and symbol യൂസ് ചെയ്തിട്ട് എഴുതുവാണ്. This notation is equal to the predicate some parallelograms are rectangular. Let's see one more example so that this will be easy for you. Say some rational numbers are the powers of 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രെഡിക്കേറ്റ് എങ്ങനെ എഴുതാം? x is a rational number. അതല്ലേ ആദ്യത്തെ ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയാം. റാഷണൽ നമ്പർ ആയിരിക്കണം ആൻഡ് പവർ ഓഫ് 2 ആയിരിക്കണം. B of x എന്ന് പറയുമ്പോൾ x is power of 2. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ നൊട്ടേഷൻ എഴുതാം? x is x such that A of x and B of x. What does it mean? There exists some x such that x is a rational number ആണ് അത് and അതായത് കൺജങ്ഷൻ ചെയ്തിരിക്കുകയാണ് and x is power of 2. Okay, this is what meant by this sentence. Okay, which means some rational numbers are the power of 2. Now we are going to see the negation of quantifiers. അതായത് P of x എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്. It is true for all x. അങ്ങനെയാണെങ്കിൽ negation of for all x P of x is equal to there exists some x negation of P of x. ഇനി ഒരു പോയിന്റും കൂടെ നമുക്ക് പഠിക്കാനുള്ളത് negation of there exists some x P of x equal to for all x negation of P of x. For all x P of x അതിന്റെ നെഗേഷൻ എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ നെഗേഷൻ ഓഫ് P of x കാണാം there exists some x's അതാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഹിയർ what we can see there exists some x P of x എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ നെഗേഷൻ കാണുവാണെങ്കിൽ this means that for all x negation of P of x. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. P of x എന്ന് പറയുമ്പോൾ ഒരു പ്രെഡിക്കേറ്റ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് x is happy where the universe of discourse for x is the set of all students. ഇനി say negation of P of x എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടായിരിക്കുക? x is not happy എന്നല്ലേ? ഇനി there exists some x അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? there exists some x P of x എന്ന് പറയുമ്പോൾ some students are happy എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? or there exists some x P of x എന്ന് പറയുമ്പോൾ some students are not happy. ഇനി ഇതിലെ for all x P of x എഴുതുവാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതിനകത്ത് ഒറ്റ കേസേ വരൂ, all students are happy അല്ലേ? എനിക്ക് P of x തന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തത് ഇതാണ്. എനിക്ക് P of x തന്നിട്ടുണ്ട്, x is happy. അതിന്റെ നെഗേഷൻ എടുത്ത് നോക്കി, അതിനകത്ത് എനിക്ക് മനസ്സിലായി നെഗേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രെഡിക്കേറ്റിന്റെ നെഗേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് x is not happy. ഇനി there exists some x P of x എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തേത് some students are happy അല്ലെങ്കിൽ some students are not happy. ഇനി for all
ഓഫ് പി ഓഫ് എക്സ് എടുക്കുവാണെങ്കിൽ, അതായത് എക്സ് ഇസ് ഹാപ്പി എന്ന് പറയുമ്പോൾ അത് ഫോർ ഓൾ എന്നുള്ളത് കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ആ പ്രെഡിക്കേറ്റ് വരുന്നത്? ഓൾ സ്റ്റുഡൻസ് ആർ ഹാപ്പി. ഒരു കാര്യം ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇഫ് എ ഫാക്ട് ഈസ് ട്രൂ ഫോർ ഓൾ ഒബ്ജക്ട്സ് then it is true for some objects. ഈ പറഞ്ഞതിന്റെ നൊട്ടേഷൻ നമുക്ക് എഴുതി നോക്കാം. For all x p of x there exists, അതായത് some students are happy എന്നുള്ളതും ട്രൂ ആണ്. There exists എങ്ങനെ എഴുതാത്? some x p of x. ഇതിന്റെ നെഗേഷൻ എടുക്കുവാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? There exists some x negation of p of x. അതല്ലേ കണ്ടേ? Which means some students are എന്തായിരിക്കും? not happy. അതായത് negation of for all x negation of p of x. ഈ entire പാർട്ടിന്റെയും നെഗേഷൻ എടുക്കുവാണെങ്കിൽ this is equal to there exists some x p of x. Next example നോക്കാം. Consider the following predicates. തന്നിട്ടുള്ള predicates ഇതൊക്കെയാണ്. f of x എന്ന് പറയുമ്പോൾ x is a fruit. Next v of x എന്ന് പറയുമ്പോൾ x is a vegetable. ഇനി s of xy means x is sweeter than all fruits. നമുക്ക് കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. അതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതണം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് some vegetables are sweeter than all fruits. So s of xy എന്ന ഫോർമാറ്റിലാണ് നമുക്ക് എഴുതേണ്ടി വരിക. അതില് x എന്ന് പറയുന്നത് എന്തായിരിക്കണം? x is sweeter than all fruits എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സിന്റെ സ്ഥാനത്ത് some vegetables, കോമ y എന്ന് പറയുമ്പോൾ എന്താണ്? all fruits ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ആ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് f of x ആണ്. x is a fruit എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ എഴുതാണ് for all x f of x. എല്ലാ ഫ്രൂട്ട്സിനേക്കാളും ചില വെജിറ്റബിൾസ് സ്വീറ്റർ ആണ്. അതല്ലേ ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി ഈ സെയിം പ്രെഡിക്കേറ്റ്സ് തന്നെ ഫ്യൂ സെന്റൻസസും കൂടെ, ഒരു 2 more സെന്റൻസസും കൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് സെന്റൻസിൽ ചോദിച്ചിരിക്കുന്നത് some fruits are sweeter than some vegetables. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? s of xy ഫോർമാറ്റിൽ തന്നെയായിരിക്കും എഴുതേണ്ടി വരിക. അപ്പോൾ some fruits ആണ് s of x, y ഫോർമാറ്റിൽ തന്നെ. x എന്ന് പറയുമ്പോൾ some fruits are sweeter than some vegetables എന്നാണ് പറഞ്ഞിട്ടുള്ളത്. some fruits എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിനെ? there exists some x ഫ്രൂട്ട്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ x is a fruit എന്നുള്ളത് എന്നുള്ള പ്രെഡിക്കേറ്റ് ഏതാണ്? f of x അല്ലെ? കോമ എന്തെഴുതാ എനിക്ക്? സ്വീറ്റർ ദാൻ സം വെജിറ്റബിൾസ്. y എനിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? ദാൻ സം വെജിറ്റബിൾസ്. സം വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ there exists some x v of x. വെജിറ്റബിൾസ് അല്ലേ? x is a vegetable എന്ന് പറയുമ്പോൾ ആ പ്രെഡിക്കേറ്റ് v of x ആണ് വരുന്നത്. സോ s of this. ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ, ഈ തന്നിട്ടുള്ള സെയിം പ്രെഡിക്കേറ്റ്സിൽ തന്നെ നമുക്ക് ഒരു സെന്റൻസും കൂടെ നോക്കാം. തേർഡ് സെന്റൻസ് ഇതാണ്, ഓൾ ഫ്രൂട്ട്സ് ആർ സ്വീറ്റർ ദാൻ വെജിറ്റബിൾസ്. അഗെയിൻ നമ്മൾ s of xy ആ ഫോമിൽ തന്നെയാണ് എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് ഓൾ ഫ്രൂട്ട്സ് ആർ സ്വീറ്റർ ദാൻ വെജിറ്റബിൾസ്. ഇവിടെ സ്പെസിഫിക്കലി സം വെജിറ്റബിൾസ് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം? ഫോർ ഓൾ വെജിറ്റബിൾസ് ആണ്. സോ എക്സ് എന്ന് പറയുമ്പോൾ ഓൾ ഫ്രൂട്ട്സ് അല്ലേ വരുന്നത്. ഇതെനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോർ ഓൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? ഓൾ ഫ്രൂട്ട്സ് ആർ സ്വീറ്റർ ദാൻ വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക്കലി സം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐ എം കൺസിഡറിങ് ഓൾ വെജിറ്റബിൾസ്. നമ്മൾ ഫ്രൂട്ട്സ് എടുത്തതുപോലെ തന്നെ നമ്മൾ എന്താണ്
For all x, v of x. Yയുടെ പ്ലേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. So s of this. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters.